പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. അതൊരു പുതിയ കാര്യമൊന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ. കേട്ട് കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണേ, ആശുപത്രി ഭാസ്കരൻ ഇറക്കണം. ഓ, ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മായിപ്പിനെ ഇറക്കടാ. എന്താടത്? ഇതറിയെങ്കിൽ ഞാൻ ഡോക്ടറായനെ. ഈ ബില്ല് കൂടി ബാക്കിയുണ്ട്. ലാലപ്പ, നിന്റെ വല്ലതും ഉണ്ടാടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാണുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്തയാരുടെ പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇത് എന്ത് വേഷ സച്ചിട്ടത്? ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇടണ്ടേ? എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചെന്നുണ്ടാ? ഇതങ്ങോട്ട് കഴുത്തി കെട്ടി. ആ പാന്റ് അങ്ങോട്ട് അടിച്ചേ, എന്നിട്ട് അതങ്ങോട്ട് കെട്ട്. പാന്റ് അടിച്ചിട്ട് ഇത് കെട്ടാനാ? എടാ, അത് ഇന്ത്യൻ ടൈയാ. അതല്ല, പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ. ഇത് കഴുത്തി കെട്ടാൻ എന്തിനാ പാന്റ് അടിക്കണേ? ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചത്. നീ കാണിക്കണേ, നിന്റെ പാന്റ് പിടിക്കണേ. പെണ്ണുങ്ങള് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലാട്ടോ. എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ എന്താ ഉള്ളിലിട്ടിരിക്കണേ? എന്താ നീ എന്നെ വല്ല അണ്ടർവെയറിന്റെ പരസ്യത്തിനാണോ കൊണ്ടോണേ? ആ ഷർട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ആവിട്ടാ. അത് ശരി, നിനക്ക് അവിടെ വെച്ച് പറഞ്ഞ പോരായിരുന്നോ? നീ അവിടെ തിരിഞ്ഞേ. ഞാൻ ഡീസന്റ് ആയിക്കോളാം. വൃത്തിയിട്ടവനെ കുറെ നേരം ആയാലും ഉള്ളിലോട്ട് നോക്കി അസഹ്യം കാട്ടുന്നത്. എന്താ എനിക്ക് വേണ്ടത്? സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാൻ? എല്ലാരും കണ്ടില്ലേ സാറ്? എനിക്ക് വാക്ക് തന്നല്ലേ. ആ പോസ്റ്റ് പോയടോ. പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വച്ച് കെട്ടി തന്നതാ. എനിക്ക് തോന്നി ഇവിടെ തന്നെ കാണുമെന്ന്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നായകന്മാർക്ക് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ കടപ്പുറം. ഇപ്പൊ സമയത്രയായി? അപ്പൊ ഇനി അടുത്ത ജന്മത്തിലേക്ക് ഒരുപാട് സമയമുണ്ട്. അതുവരെ ഇവിടെ ഇരുന്ന് തിരയെണ്ണാൻ പോവാ. ഈ തിര മുഴുവൻ എണ്ണി തീർന്ന പോയ ആള് തിരിച്ചു വരുമോ? പോയ ആള് തിരിച്ചു വരണമെങ്കിൽ പോയ സ്ഥലത്ത് പോയി നോക്കണം.